ഹലോ, ഇന്നത്തെ ഈ ഒരു അടിപൊളി ഡിസൈൻ എങ്ങനെ വരയ്ക്കാൻ നോക്കിയാലോ. അപ്പോൾ ഇന്ന് നെഗറ്റീവ് സ്പേസ് ഡിസൈനാണ് കേട്ടോ ചെയ്യുന്നത്. ഞാനിതുവരെ വീഡിയോ പോസ്റ്റ് ആക്കാത്തൊരു ഡിസൈനാണ് കേട്ടോ. അപ്പോൾ അതേപോലെ സ്പൈറൽ വെച്ചിട്ട് ഹംസ് വെച്ചിട്ടുള്ള ഫ്ലവർ കൊടുക്കുക. എന്നിട്ട് ഇതേപോലെയുള്ള പെറ്റൽ സൈൻ വരച്ച് കൊടുത്തിട്ട് ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് കേട്ടോ ഈ ഒരു ഡിസൈനിൽ ആഡ് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് അതിന് ഇതേപോലെ ലീവ്സ് വരച്ച് കൊടുക്കുക. അങ്ങനെ ഇന്ന സ്ഥലത്ത് ഇന്ന എലമെൻറ്റ് വരക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഈ ഒരു നമ്മൾ വരക്കുന്ന ഒരു ഫ്ലവറും പിന്നെ ഇങ്ങനെ ലീവ്സ് വെച്ചിട്ടുള്ള ഒരു ഡിസൈനാണ് ഇങ്ങനത്തെ ഈ ഒരു ഡിസൈനിൽ വരക്കുന്നത്. അപ്പോൾ ഓരോ ഫിംഗറിലും നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് ഓരോ എലമെൻറ്റ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് വരച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഈ ഒരു സാധനം വരച്ചത് എന്തിനാന്ന് വെച്ചാൽ അത് ഓരോ ഡിസൈനായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മൾ വരച്ച എലമെൻറ്റ്സ് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ മാറ്റിയിട്ട് വരക്കുന്നുണ്ട്. പിന്നെ ഒരു ഷേപ്പിലാണ് ഈ ഒരു ഡിസൈൻ വരക്കുന്നത്. അതായത് നമ്മുടെ മിഡിൽ ഫിംഗറിൻ്റെ ഭാഗത്ത് കുറച്ച് ഡിസൈൻ കയറിയിട്ടും ബാക്കിയുള്ള ഭാഗത്തുനിന്ന് കുറച്ച് ഇറങ്ങി വരുന്ന പോലെയാണ് ഡിസൈൻ വരക്കുന്നത്. കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും. അപ്പോൾ ഇതേപോലൊരു 2 ലൈൻ വെച്ചിട്ട് അതുമ്മേ ലീവ്സ് വരച്ചു കൊടുക്കുക കേട്ടോ. അങ്ങനെ എല്ലാ ഫിംഗേഴ്സിലും ഇതേപോലെ വരച്ചു കൊടുക്കുക. അപ്പോൾ ഇന്ന സ്ഥലത്ത് ഇന്ന എലമെൻറ്റ് വരക്കണം എന്നൊന്നുമില്ല കേട്ടോ. ഇതേപോലെ നമുക്ക് മിക്സ് ചെയ്തിട്ട് തോന്നുന്ന സ്ഥലത്തൊക്കെ ഇതേപോലെ വരച്ചു കൊടുക്കാം. അപ്പോൾ ഈ നെഗറ്റീവ് സ്പേസ് ഡിസൈൻ എന്ന് വരുമ്പോൾ നമ്മളിപ്പോൾ വരക്കുന്ന ഒരു ഡിസൈന് ഹൈലൈറ്റായി നിൽക്കും. ബാക്കിയുള്ള ഭാഗത്തൊക്കെ മെഹന്തി പേസ്റ്റ് വെച്ചിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കും. അങ്ങനെ ഓരോ ഭാഗത്തും എനിക്കിഷ്ടമുള്ള ഓരോ എലമെൻറ്റ്സ് ഇങ്ങനെ വരച്ചു കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ തോന്നുമല്ലോ ഇന്ന സ്ഥലത്ത് ഇന്ന എലമെൻറ്റ് വരച്ചാൽ ഭംഗി ഉണ്ടാവും. ആ ഒരു മൈൻഡിൽ അങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ മിഡിൽ ഫിംഗറിൻ്റെ ആ ഒരു ഭാഗമല്ലേ, അവിടുന്ന് അങ്ങോട്ട് താഴേക്ക് നിൽക്കുന്ന രീതിക്കാണ് ഡിസൈൻ വരക്കുന്നത്. അങ്ങനെ വരച്ച് കഴിഞ്ഞാലും ഭംഗി ഉണ്ടാവും. നമ്മുടെ ഐഡിയ അനുസരിച്ചിട്ട് എങ്ങനെയാണെങ്കിൽ മാറ്റി വരക്കാം കേട്ടോ. അതേപോലെ വരക്കണം എന്നൊന്നുമില്ല. എനിക്ക് ഇങ്ങനെ വരച്ച ഭംഗി ഉണ്ടാവും എന്ന് തോന്നിയോണ്ടാണ് ഞാൻ അങ്ങനെ വരച്ചത് കേട്ടോ. അപ്പോൾ ഓരോ ഫിംഗേഴ്സിലും ഇതേപോലെ എനിക്കിഷ്ടമുള്ള ഓരോ എലമെൻറ്റ് ഇങ്ങനെ വരച്ചെടുക്കണം കേട്ടോ. അങ്ങനെ ഏകദേശം എല്ലാ ഫിംഗേഴ്സിലും വരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇങ്ങനെ കുറച്ച് ഗ്യാപ്സ് വരുന്നിടത്തൊക്കെ കണ്ടോ ഒരു ചെറിയ ചെറിയ റൗണ്ട്സ് വരച്ചിട്ടില്ലേ. അപ്പോൾ ചില സ്ഥലത്തൊക്കെ കുറച്ചധികം സ്പേസ് വരുമ്പോൾ അവിടെ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റൗണ്ട്സ് വരച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം വരക്കൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫിംഗർക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ചൂണ്ടുവിരലിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഡിസൈൻ വരച്ചിട്ട് കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഏകദേശം എല്ലായിടത്തും ഇതേപോലെ ഡിസൈൻ വരക്കൽ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊക്കെ ഇനി നമ്മൾ വരച്ചിട്ടുള്ള ലീവ്സിൻ്റെ ഉള്ളിലൊക്കെ ഇതേപോലെ ചെറുതായിട്ട് ഓരോ ലൈൻസ് ഇട്ട് കൊടുക്കാം കേട്ടോ. അതെന്തിനാന്ന് വെച്ചാൽ ലീവ്സിൻ്റെ ഒക്കെ ഒരു ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അങ്ങനെ എല്ലായിടത്തും വരച്ചതിന് ശേഷം ഇതേപോലെ താഴെ ഭാഗത്ത് ഫുൾ ഔട്ട്ലൈൻ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലീവ്സ് വരച്ച ഭംഗി ഉണ്ടാവും എന്ന് വിചാരിച്ചിട്ട് ഞാൻ പിന്നെ ലാസ്റ്റ് അവിടെ വരച്ച് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ഇതേപോലെ എല്ലാ സ്ഥലത്തും ഫില്ല് ചെയ്ത് കൊടുക്കുക. ഈ ഡിസൈൻ വരച്ചതിൻ്റെ പുറം ഭാഗത്ത് ബാക്കിയുള്ള സ്പേസ് വരുന്നിടത്തൊക്കെ ഫില്ല് ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ അതുമെന്ന് ഇങ്ങനെ താഴേക്ക് വൈൻസ് വരക്കുക കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ വരച്ച് ഒന്നുകൂടെ ഭംഗി ഉണ്ടാവും തോന്നിയിട്ടാണ് അങ്ങനെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ മെഹന്തി ബേസ്ഡ് ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ആക്കുക, സപ്പോർട്ടാക്കുക. മെഹന്തി ബേസ്ഡ് വീഡിയോസ് ഇഷ്ടപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ആക്കാം. ഏതായാലും ഈ ഒരു ഡിസൈനിൻ്റെ ഫൈനൽ ലുക്ക് കണ്ടാലോ. ഇതാണ് കേട്ടോ ഫൈനൽ ലുക്ക്.